ദയൂബന്ദി ധാരയെ പ്രതിനിധീകരിക്കുന്ന രണ്ട് യുവവാഗ്മികൾ തമ്മിൽ നടക്കുന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ കുറേയായി കറങ്ങുന്നു. ഒരാൾ തികഞ്ഞ അശ്അരിയത്ത് വാദിക്കുകയും ഇബ്നു തൈമിയയ്ക്ക് റഹിമഹുല്ല ചൊല്ലി പിഴവുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അശ്അരിയ, മാതുരിദിയ, ഹനാബില എന്നിങ്ങനെ മൂന്നാലൊന്നാണ് ദയൂബന്ദിസമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. മറ്റേയാൾ തികഞ്ഞ സലഫി അഖീദയെ വാദിക്കുകയും അതിനു വിസ്ഡം മുജാഹിദുകളെ കൂട്ടുപിടിക്കുകയും യഥാർത്ഥ ദയൂബന്ദിസം അശ്അരി മാതുരിദി വിരുദ്ധമാണെന്നും അശ്അരിയത്ത് അഖീദാപരമായി പിഴച്ച കക്ഷി തന്നെയെന്ന് ഉറച്ചു വാദിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ പ്രഹേളിക? ദയൂബന്ദിസം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ അവർക്കു തന്നെ നിശ്ചയമില്ലാത്തതുപോലെ സുന്നികൾക്കും ഇടർച്ചയുണ്ടായിട്ടുണ്ടോ? ഇരു സമസ്തയിലെയും സമുന്നത നേതാക്കളടക്കം കാസിമികളാണല്ലോ. ദൈവബന്ധിസം വെറുതെ ദൈവബന്ധികളായ യുവണ്ടിയന്മാർ തർക്കിച്ചിരിക്കേണ്ട കാര്യം ഈ വിഷയത്തിലില്ല. ദാറുൽ ഉലൂം ദയൂബന്ദ് അങ്ങനത്തെ ഒരു കിതാബാണ്. 700-800 പേജുണ്ട്. 800-ൽ പരം പേജുള്ള ദാറുൽ ഉലൂം ദയൂബന്ദ് മദ്രസത്തും ഫിക്രിയ, തൗജീഹിയ, ഹറക്കത്തുൻ ഇസ്ലാഹിയ ദഅവിയ, മുഅസ്സസത്തുൻ തഅലീമിയ തുർബവിയ, ചിന്താപരമായൊരു പാഠശാല, ഇസ്ലാഹി ചലനങ്ങളും പ്രബോധന ചലനങ്ങളും നടത്തുന്ന ഒരു ചലനം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു വിദ്യാഭ്യാസ, ഒരു സാംസ്കാരികമായി ധാർമ്മികമായി തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം. അതാണ് ദാറുൽ ഉലൂം ദയൂബന്ദ് എന്ന് പറയുന്ന അക്കാദമിയ ഷെയ്ഖുൽ ഹിന്ദ് എന്ന പ്രസിദ്ധീകരണ സമിതി, അൽ ജാമിയത്തുൽ ഇസ്ലാമിയ ദാറുൽ ഉലൂം ദയൂബന്ദ്, ദാറുൽ ഉലൂമിലെ ഔദ്യോഗികമായ ജാമിയയുടെ പേരിൽ പുറത്തിറങ്ങുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇതിൽ എന്താണ് ദയൂബന്ദിസം, എന്താണ് ദയൂബന്ദി ഉലമാക്കന്മാരുടെ രീതി, ആരാണ് ദയൂബന്ദി ദാറുൽ ഉലൂമിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും സമാന സ്ഥാപനങ്ങളും സഹോദര സ്ഥാപനങ്ങളും സഹോദര ഘടകങ്ങളും പ്രസ്ഥാനവും എന്താണ്, മറ്റുള്ള സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവ പറയുന്നത് എന്താണ് എന്നൊക്കെയുള്ള വിവരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ രീതിയിൽ കൂടെ ഞാനിത് ആദ്യന്തം ഒന്നിങ്ങനെ വായിച്ചിട്ടുണ്ട്. ആ വായനയുടെ അടിസ്ഥാനത്തിൽ ആക്കിയത് ചിലതൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ആ അടയാളങ്ങളിൽ നിന്ന് ചിലത് ഞാൻ മനസ്സിലാക്കി തരാം. എന്നാൽ പൊതുവിൽ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. പഴയ കാലത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ദയൂബന്ദിൽ പോവുക, സമസ്തയുടെ ഉലമാക്കളായാലും സംസ്ഥാനയുടെ ഉലമാക്കളായാലും ഇവ രണ്ടും രൂപം കൊണ്ടുള്ള ശേഷമായാലും മുമ്പായാലും ഒരു ഉത്തരേന്ത്യയിലെ ഒരു പഴക്കമുള്ള സ്ഥാപനമാണിത്. വെല്ലൂർ ജാമിയ ബാക്കിയാത്തിൻ്റെ മദ്രസ ബാക്കിയാത്തിൻ്റെ മുമ്പുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഉപരിപഠനത്തിന് വേണ്ടി പുറത്തു പോവുക എന്ന് പറയുന്ന ഒരു രീതി വരുമ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞോ പഠിച്ചോ അതിൻ്റെ ഉലമാക്കന്മാർ ഏത് ആശയത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പോവുക, അങ്ങനെ പോകലാണ്. അങ്ങനെ പോയിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും കാസിമികളായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പട്ടിക്കാട് ജാമിയ നൂരിയ ആണ് പ്രഥമമായിട്ട് മുതവൽ ബിരുദം നൽകുന്ന കോഴ്സ് തുടങ്ങുന്ന ഒരു സ്ഥാപനമായി വന്നത് ജാമിയ നൂരിയ. അത് 1963 കാലത്താണ്. അപ്പോൾ 60കൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിൽ മതപരമായിട്ടൊരു ബിരുദം നൽകുന്ന സ്ഥാപനം വരുന്നത്. അതിൻ്റെയും കുറേ വർഷങ്ങൾക്ക് മുൻപ് ജാമിയ ബാക്കിയാത്ത് ഉണ്ടായിട്ടുണ്ട്. ജാമിയ എന്നുള്ള പേര് പുതുതാണെങ്കിലും മദ്രസത്ത് ബാക്കിയാത്തു സ്വാലിഹാത്തും ഉണ്ടായിട്ടുണ്ട്. ആ ബാക്കിയാത്തു സ്വാലിഹാത്തിൻ്റെ മുമ്പുള്ളതാണ്. ബാക്കിയാത്തു സ്വാലിഹത്തിനെയാണ് ദക്ഷിണേന്ത്യയിൽ ഉമ്മുൽ മദാരിസ് എന്ന് വിളിക്കാറുള്ളത്. ഉത്തരേന്ത്യയിൽ ഈ ഇതിനെയാണ് ദാറുൽ ഉലൂം ദയൂബന്ദിനെയാണ് ഉമ്മുൽ മദാരിസ് എന്ന് വിളിക്കാറുള്ളത്. ബാക്കിയാത്തിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയാത്തിൻ്റെ ബാനി സൈനി ദഹ്ലാൻ തങ്ങളവരുടെ നേർശിഷ്യരായതുകൊണ്ട് വഹാബിസത്തിൽ നിന്ന് വളരെ ഭിന്നമായി ഹനഫി മദ്ഹബ് അനുസരിച്ചും മാതുരിദി ത്വരീഖത്തനുസരിച്ചുമുള്ള ഗ്രന്ഥങ്ങളും സിലബസും പാഠങ്ങളുമൊക്കെയാണ് അവിടെ പഠിക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കുന്നത്. അടുത്ത പാഠപദ്ധതിയും അതാണ്. നമ്മളെ കേരളത്തിൽ അവിടുത്തെ കോഴ്സ് മുത്തവ്വൽ കോഴ്സ്, മുഖ്തസർ കോഴ്സ് എന്നവിടെ 2 കോഴ്സുകൾ ഉണ്ടാക്കി അതേ രീതിയിൽ തന്നെയാണ് അതിനെ അനുകരിച്ചും അതിനെ പിന്തുടർന്നും അതിനെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ടുമാണ് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ 2 കോഴ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനമായി 1960
6 പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ജാമിയ വഹബിയ എന്ന സ്ഥാപനം ഷെയ്ഖുന അവർകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്ഥാപകരായ ഷാഹ് അബ്ദുൽ വഹാബ് ഹദറത്ത് എന്നവരിലേക്ക് പ്രത്യേകം ചേർത്തുകൊണ്ട് വഹബിയ എന്ന പേര് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകൾക്ക് നൽകിയതാണ്. വഹാബിയ എന്നാണല്ലോ അബ്ദുൽ വഹാബ് ഹദറത്തിലേക്ക് ചേർത്താൽ പറ്റുക. അങ്ങനെ ചേർത്താൽ ഇപ്പോൾ ഇവിടെ വഹാബി പ്രസ്ഥാനമുണ്ട്. അപ്പം അതുകൊണ്ട് അത് വരാതിരിക്കാൻ വഹബിയ മൗഹിബത്തായി അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് എന്ന അർത്ഥവും അതോടൊപ്പം അബ്ദുൽ വഹാബ് എന്നവരുടെ ഓർമ്മയും വെച്ച് മഹാനരുടെ അതേ വഴിയിലൂടെയാണ് നമ്മുടെ ജാമിയ വഹബി ഉണ്ടാക്കിയത്. അവിടുത്തെ ഷാഫിഈ ഹനഫി ഉസൂലുകൾക്ക് പകരം ഇവിടുത്തെ ഷാഫിഈ ഉസൂല്, അതിൻ്റെ പുറമെ ഷാഫി ഫിഖ്ഹിൻ്റെ കിതാബ്, ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തി കുറച്ചുകൂടി വിപുലീകരിച്ചു കൊണ്ടാണ് ജാമിയ വഹബിയുടെ സിലബസ് ഉണ്ടാക്കിയത്. മുഖ്തസർക്കും അങ്ങനെ തന്നെ, മുത്തവൽക്കും അങ്ങനെ തന്നെ. ബാക്കിയാത്തു സ്വാലിഹാത്തിൻ്റെ സിലബസ് എന്താണോ അതാണ് ജാമിയ വഹബിയുടെ സിലബസ്. പട്ടിക്കാട് സിലബസിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവായി ബാക്കിയാത്തിൻ്റെ സിലബസ് തന്നെയാണ് ഉള്ളത്. പിന്നെ വന്നതാണ് ശേഷം വന്ന സ്ഥാപനങ്ങളൊക്കെ. ഇന്ന് നടക്കുന്ന ഇവിടുത്തെ ബിരുദാനന്തര സ്ഥാപനങ്ങളെല്ലാം ശേഷം വന്നതാണ്. അപ്പോൾ ആ കാലത്തിൻ്റെ മുൻപ് ദയൂബന്ദിലേക്കും പോകാറുണ്ട്. യാത്രയുടെ വിഷമവും താമസത്തിൻ്റെ വിഷമവും ഒക്കെ നോക്കിക്കൊണ്ട് കുറേ ആളുകൾ ചുരുങ്ങിക്കിട്ടും. ബാക്കിയാത്തിനേക്കാളും ദുഷ്കരാണല്ലോ ഉത്തരേന്ത്യയിൽ പോയി നിൽക്കാൻ. മാത്രവുമല്ല അവിടെ താമസിക്കേണ്ട വിഷമങ്ങൾ ആലോചിച്ചുകൊണ്ടും 1 കൊല്ലം കൊണ്ട് ഏതെങ്കിലും ഒരു ദൗറയിലിരുന്നു കൊണ്ട് അവിടുന്ന് ഡിഗ്രി വാങ്ങിയ ഖരീജായി പുറത്തിടാം എന്ന നിലക്കും കേരളത്തിൽ നിന്നുള്ള ആളുകളും. ഞാനിതിവിടെ സമസ്തയുടെ നേതാക്കളൊക്കെ ഇത് അറിഞ്ഞല്ലോ ആയല്ലോ എന്നുള്ള പരാമർശം ഉള്ളത് കൊണ്ടാണ് ഈ ഭാഗം പ്രത്യേകം ഊന്നി പറയുന്നത്. അപ്പോൾ 1 കൊല്ലം ദൗറത്തുൽ ഹദീസിലിരുന്നാൽ ആ ഹദീസിൻ്റെ ഭാഗത്തുള്ള ക്രോഡീകരിച്ച പുസ്തകങ്ങളുടെ സിഹാഹു സിത്തൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പേരിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അവിടുത്തെ കാസിമി എന്ന പേരിൽ പുറത്തിറങ്ങാം. പിന്നെ അവിടുത്തെ കഥകൾ, അവിടുത്തെ മാർക്കുകൾ, അവിടുത്തെ പട്ടികകൾ അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അതിലൊക്കെ പല സൗകര്യങ്ങളുമുണ്ട് എന്നുള്ള നിലക്കാണ് 1 കൊല്ലം കൊണ്ട് തീർക്കും ചെയ്യാന്നുള്ള നിലക്കാണ് കുറേ ആളുകൾ അങ്ങോട്ട് പോകാറുള്ളത്. പിന്നെ ഹദീസ് പഠനത്തിന് കുറച്ചും കൂടി സൗകര്യം അവിടെയാണ്. ഇവിടെ ഒന്നും അത്ര ഹദീസ് പഠനമില്ല എന്ന് പറയുന്ന ഒരു ശ്രുതിയുമുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അങ്ങനെ പോകാറുള്ളത്. അങ്ങനെ പോയ കുറേ ആളുകൾ നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാരിലുണ്ട്. ചിലരൊക്കെ വിദേശത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തു പോകുന്നെങ്കിൽ അവിടേക്ക് പോകുന്നതിൽ പ്രത്യേകം താല്പര്യം കാണുന്നവരുണ്ട്. അവിടുത്തെ ഗുരുവര്യന്മാരുടെ നടപ്പിരിവും ത്വരീക്കത്തും മറ്റും എല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ പോകുന്നവരുമുണ്ട്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവർകൾ വെല്ലൂർ ബാക്കിയാത്തിലേക്ക് ചേരാൻ വേണ്ടി പോയിടത്ത് നിന്ന് അവിടുത്തെ അബ്ദുറഹീം ഹദറത്ത് ദയൂബന്ദിൻ്റെ ഖിരീജാണ്. അപ്പോൾ ദയൂബന്ദിൽ നിന്ന് വന്ന അദ്ദേഹം ഹദീസിൻ്റെ പഠനം നൽകുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പ്രത്യേകം ബാക്കിയാത്തിൽ നിങ്ങൾക്ക് നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണകരം ദയൂബന്ദിലായിരിക്കും എന്നും പറഞ്ഞു വിട്ടതാണ് ഷെയ്ഖ് ഹസൻ ഹദറത്തിന്. അവരും നമ്മുടെ ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അവർകൾ ഷെയ്ഖുനായുടെ ഭാഗത്ത് നിന്നും ഷെയ്ഖുനായുടെ അടുത്ത് നിന്ന് കിതാബുകളൊക്കെ ഓതി പാകപ്പെട്ട ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അവർകളും ബാക്കിയാത്തിലേക്ക് തന്നെയാണ് പോയത്. 1 കൊല്ലമാണ് പോകുന്നത് ഒരേ കാലത്ത്. 2 പോയടുത്തുനിന്ന് അബ്ദുറഹീം ഹദറത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവർകൾ ദൈവബന്ധിലേക്ക് പോകുന്നത്. അപ്പോൾ മൂപ്പര് ബാക്കിയാത്തിൽ നിന്നില്ല. ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരും മറ്റൊക്കെ ബാക്കിയാത്തിൽ നിന്നു. അങ്ങനെ കേരളത്തിൽ ആ ഒരു നിലക്കും ഷെയ്ഖ് ഹസൻ ഹദറത്തിൻ്റെ പോക്കിൻ്റെ ശേഷം ദയൂബന്ദിലേക്ക് പോകുക എന്നുള്ളത് നിലവന്ന് കേരളത്തിലൊരു മൗലിയർ അവിടെ ഉണ്ടല്ലോ എന്നുള്ള നിലക്ക്. അങ്ങനെയുള്ള ജീവിത രീതിക്കനുസരിച്ച് ഉലമാക്കന്മാരുടെയും മശായിഖുമാരുടെയും ജീവിത രീതിക്കനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ കണ്ടാണ് ആളുകൾ പോവുക. പോയി അവിടെ എത്തിയിട്ട് ആ ധാരണകൾ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട്ട രീതിയിലാണോ അവിടുത്തെ നില എന്നൊക്കെ അവിടെ പോയിട്ടുള്ള ആളുകളോട് തന്നെ ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വായിച്ചു മാത്രം അറിയണ ബന്ധമേ ഉള്ളൂ. അവിടെ പോയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം. സമസ്ത കേരള ജമിയത്തുലമായുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സയ്യിദ് ജഫിരി മുത്തുക്കോയ തങ്ങൾ കാസിമിയാണ്. അതേപോലെ AP വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുലൈമാ മുസ്ലിയാർ, ഒതുക്കങ്ങൾ സുലൈമാ മുസ്ലിയാർ അവർകൾ കാസിമിയാണ്. അതുപോലെ AP വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ സെക്രട്ടറിയൊക്കെ ആയ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകൾ കാസിമിയാണ്. അങ്ങനെയുള്ള സമസ്തയുടെ 2 വിഭാഗത്തിൻ്റെ നേതാക്കന്മാർ കാസിമികളാണ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ കാസിമുകളുണ്ട്. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ കാസിമിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാസിമുകളുണ്ട്.
അവരൊക്കെ പോയിട്ട് അവരെ താമസിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ സ്ഥിതി എന്ന് അവർ പറയുന്നതാകും ഏറ്റവും കൂടുതൽ ഭംഗി, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. അതേ സമയത്ത് ദാറുൽ ഉലൂമിനെ കുറിച്ച് ദാറുൽ ഉലൂമിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി നൽകുന്ന വിവരമാണ് ഈ നിയമം. ഈ വിവരപ്രകാരം ദൈവബന്ധു ഉലമാഇൻ്റെ രീതി എന്താണ്, ദൈവബന്ധു ഉലമാഇൻ്റെ വിശ്വാസം എന്താണ്, അവരുടെ പൊതുവായി വിശ്വാസകാര്യത്തിൽ അവരവലംബിക്കുന്നത് എന്താണ് എന്നൊക്കെ പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അനേകം വിഷയങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട സുന്നി വിശ്വാസങ്ങൾ പലതും വ്യക്തമായി രേഖപ്പെടുത്തിയ രീതിയിൽ ഇതാണ് ഞങ്ങളുടെ നയം എന്ന് പറയുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറുഭാഗത്തിൻ്റെ ആശയങ്ങളിലേക്ക് അപ്പടി തന്നെ പകർത്തപ്പെട്ടതോ അല്ലെങ്കിൽ അതിലേക്ക് ചായുന്നതോ ആയ അഭിപ്രായങ്ങളും ഇതിലുണ്ട്. മൊത്തമായി പറഞ്ഞാൽ അശ്അരി മാതുരീദി ഈ രണ്ട് വിശ്വാസ സരണിക്കനുസരിച്ച് അതിൽ ഒന്നിന്മേൽ അടിയുറച്ച് നിൽക്കാതെ അത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് പാകപ്പെട്ട രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അക്കൂട്ടത്തിൽ ഹനാബിലത്തിൻ്റെ മാർഗത്തിലുള്ളതും കുറച്ച് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള ചലനവും ദൈവബന്ധു ഉലമാഇൻ്റെ നടപടിയും എന്ന് പ്രത്യേകമായി ഇതിൽ വിവരിക്കുന്നുണ്ട്. അതിൽ വഹാബിസത്തിന് വിരുദ്ധമായ ആശയങ്ങളുണ്ട്. ഞാൻ ചിലത് വിവരിക്കാം. അത്തവസ്സുലു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുആഇ ഫി ഹയാത്തിഹി ബഅദ മമാതിഹി, നബിയുടെ ജീവിതകാലത്തും നബിയുടെ വഫാത്തിൻ്റെ ശേഷവും നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യൽ, സ്വാലിഹീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യൽ, ഇതിനെ പ്രത്യേകം അതിലൊരു പാരഗ്രാഫ് ആയിട്ടുണ്ട്. അത് നല്ല സുന്നത്തായ കാര്യമാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്, അത് ഉപകാരം കിട്ടും, ഇജാബത്തിന് ഉപകാരം കിട്ടും എന്ന് പറയുന്ന കൂട്ടത്തിൽ അതിനെ എതിർക്കുന്നവരാണ് ഇബ്നു തൈമിയ്യയും കൂട്ടരും എന്ന് പറഞ്ഞ് അതിൻ്റെ ഖണ്ഡിക്കുന്ന ഭാഗം ഇതിൽ പ്രത്യേകമുണ്ട്. അതേപോലെ നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി സിയാറത്തിനെ തന്നെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക, ഇത് കേരളത്തിലെ വഹാബികളുടെ ആശയസ്രോതച്ച് ഇബ്നു തൈമിയ്യയും അവരുടെ നേതാവ്, അവരുടെ വക്താവ്, അവരുടെ വിധാതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഒക്കെ എതിർക്കുന്നതാണ്. മസ്ജിദുൻ നബവി ലക്ഷ്യമാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. മസ്ജിദുൻ നബവി ലക്ഷ്യമാക്കുമ്പോൾ സിയാറത്തും ചെയ്യാൻ വേണമെങ്കിൽ സലാം പറഞ്ഞു പോരാ, ഇത്രയേ ഉള്ളൂ. അവിടേക്കൊന്ന് ദുആ ചെയ്യാനോ അവിടെ പ്രത്യേകം നിൽക്കാനോ അവിടെ പ്രത്യേകം നബിയോട് തവസ്സുൽ ചെയ്യാനോ ഇസ്തിശ്ഫാ നടത്താനോ ഒന്നും പറ്റില്ല. അതൊക്കെ ശിർക്കാകും അല്ലെങ്കിൽ ഹറാമാകും എന്നിങ്ങനെയുള്ള വ്യത്യസ്ത വാദങ്ങളാണ് ഇബ്നു തൈമിയ്യക്കും മറ്റൊക്കെ ഉള്ളത്. ആ വിഷയത്തിലും അതല്ല ശരിക്കും പോരൽ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ആ ഭാഗം പറയുന്ന കൂട്ടത്തിൽ അമ്മാമ കാലത്തിൽ ഇത് പറയുന്ന കൂട്ടത്തിൽ അമ്മാമ കാലത്തിൽ വഹാബിയത്തു ബിൻ അന്നൽ മുസാഫിറയിൽ മദീനത്തിൽ മുനവ്വറ അല സാക്കിനിഹ അൽഫു അൽഫി തഹിയ ലാ എൻവിൽ മസ്ജിദ് ഷരീഫ് ഇസ്തിലാലും ബി ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാഹത്ത് മസാജിദ ഫമർദൂദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ കരുതിക്കൊണ്ട് പോകാൻ പാടില്ല. ആ നിലക്ക് പോയിക്കൊണ്ടിരുന്നാൽ അതുകൊണ്ട് വിഷമമുണ്ടാകും. ലാ തുശദ്ദു റിഹാൽ എന്ന ലാ എൻവി ഇല്ലൽ മസ്ജിദ് ഷരീഫ്, മസ്ജിദ് ഷരീഫിനെ അല്ലാതെ ഖബർ ഷരീഫിനെ കരുതിക്കൊണ്ട് പോകാൻ പാടില്ല. റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു പോയാൽ അത് തെറ്റാകും എന്ന് അവർ വാദിക്കുന്ന വാദം മർദൂദ്, അത് മർദൂദായ വാദമാണ് എന്ന് ഖലീൽ അഹമ്മദ് സഹാറംപൂരിയുടെ ഉദ്ധരണി. അതേപോലെ റഷീദ് അഹമ്മദ് ഗംഗോഹി തൻ്റെ സുബദത്തുൽ മനാസിക് എന്ന് പറഞ്ഞൊരു കിതാബ് ആ വിഷയത്തിന് വേണ്ടി മാത്രം എഴുതിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിൽ നമ്മൾ കാണുന്ന രീതിയിൽ അതുപോലെ തഖ്ലീദ്, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണമെന്നത്, അതേപോലെ ഔലിയാക്കന്മാരുടെ വഴികൾ സ്വീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ത്വരീഖത്തുകൾ സ്വീകരിച്ചുകൊണ്ട് തസൗഫിൻ്റെ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ജീവിക്കണമെന്ന കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം വിശ്വാസപരമായിട്ടുള്ള ഈമാൻ, ഇസ്തിലാഹിപരമായിട്ടുള്ള അതിൻ്റെ ഓരോരോ തരത്തിലുള്ള പ്രയോഗങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ അശ്അരി മാതുരീദി ശൈലിയിൽ തന്നെ അതേ ലെവലിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ സമർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഇവരുടെ ആശയമായിട്ട് ഇവർ വിവരിക്കുന്നത്. ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ആധികാരികമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. അതേ സമയത്ത്
മറ്റൊരു വിഷയമാണ് ഇവിടെ തർക്കം. അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സംബോധന ചെയ്തുകൊണ്ട് വിളിക്കാൻ പറ്റുമോ, സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ, മരണപ്പെട്ടതിന് ശേഷം അവരോട് സഹായം വർത്തിക്കാൻ പറ്റുമോ, സ്വാലിഹ്യങ്ങളോടും ഔലിയാക്കന്മാരോടും സഹായം വർത്തിക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പ്രത്യേകം നോക്കുമ്പോൾ അതിൽ വേറൊരു ശൈലിയിലാണ് കാണുന്നത്. അത് നമുക്ക് നോക്കാം. يقول الشيخ رشيد أحمد ഗംഗോഹി إن الاستعانة بأهل القبور لها ثلاثة معاني. ഖബറാളികളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് 3 വിധത്തിൽ വരാം. അൽ അവൽ അൻ യദുഅൽ ഇൻസാനു അല്ലാഹു തആല വയഖൂൽ അല്ലാഹുമ്മ ഫ്അൽ ലി കദാ ബിഹുർമത്തി ഫുലാൻ. ഇന്നാലിന്ന ആളുടെ ബർക്കത്ത് കൊണ്ട് ഹുർമത്ത് കൊണ്ട് ഇന്നത് ചെയ്യണേ അല്ലാഹ് എന്ന് അള്ളാഹിനോട് ദുആർക്കുക തവസ്സുൽ ചെയ്തുകൊണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുമ്മ ഫ്അൽ ലി കദാ ബിഹുർമത്തി ഫുലാൻ ഫഹാദാ ജായിസുൻ ഇത്തിഫാഖൻ. ഇത് ഉലമാ ദയൂബന്ദിൻ്റെ അടുക്കൽ ഏകോപിതമായി ജായിസാണ്. ഐ ഇന്ദ ഉലമാ ദയൂബന്ദ വമൻ സബഖഹും മിനൽ ഉലമാ ഇല്ലദീന യഖ്തദൂനഹും. ഉലമാ ദയൂബന്ദിൻ്റെ അടുക്കലും അവരനുകരിക്കുന്ന മഹത്തായ ഉലമാക്കന്മാരുടെ അടുക്കലും ഒക്കെ ഇത്തിഫാഖൻ എന്നാണ്. ഇത്തിഫാഖിൻ്റെ അർത്ഥം അവരെന്നെ കൊടുത്തത്. വസാനി രണ്ടാമത്തെ രീതി അൻ യഖൂലി സ്വാഹിബിൽ ഖബരി, ഖബറാളിയോട് പറയാ ഇഫ്അൽ ലി കദാ, ഇഫ്അൽ ലി കദാ എന്ന് പറയുകയാണെങ്കിൽ ഫഹുവ ശിർക്കുൻ, അത് ശിർക്കാണ്. സവാഉൻ ഖാലഹു ഇൻദൽ ഖബരി ഔ ബഈദൻ അൻഹു, ഖബറിൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും അകലെന്ന് പറഞ്ഞാലും ഇന്ന ശൈഖേ എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് തന്നെ സ്വഹബുൽ ഖബർ ചെയ്യണം എന്ന നിലക്കാണ് അവരോട് പറയുന്നതെങ്കിൽ അത് ശിർക്കാവുന്നു. വസാലിസു അൻ യഖൂല ഇൻദൽ ഖബർ, ഖബറിൻ്റെ അടുത്ത് എന്നിട്ട് പറയാ യാ ഫുലാൻ ഉദുഉലി അൻ യഫഅലല്ലാഹു കദാ, അള്ളാഹു ഇന്നത് ചെയ്യാൻ വേണ്ടി ഇവിടെ മറവിട്ട് കിടക്കുന്ന ശൈഖെ അങ്ങ് ദ്വാർക്കണം എന്ന് ദ്വാർക്കാൻ വേണ്ടിയിട്ടാണ് അഭ്യർത്ഥിക്കുന്നതെങ്കിൽ ഫഹാദാ ഫീഹി ഖിലാഫുൽ ഉലമ, അതിൽ ഉലമാക്കന്മാർക്ക് ഖിലാഫുണ്ട്. ഫമൻ ജവ്വസ സമാ അൽ മൗത്ത, മരിച്ചവർ കേൾക്കും എന്ന് ജായിസാക്കുന്നവർ കാലബി ജവാസിഹി, ഈ ചോദ്യവും ഈ ദ്വാക്കാൻ പറയാനും പറ്റും. വഅമ്മാമ യംനഉഹു മന എന്നാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി പറയുന്ന മറുപടി. ഷെയ്ഖ് അഷ്റഫ് അലി താനവി, ഇതൊക്കെ അതിലുള്ളതിനാണ്, അവരുടെ ഷെയ്ഖുമാരായി അറിയപ്പെടുന്നവരാണ്. ഷെയ്ഖ് അഷ്റഫ് അലി താനവി പറയുന്നത്, ഒന്ന് ഇദാ കാനത്തിൽ ഇസ്തിആനത്തു ബിൽ മഖ്ലൂഖി വൽ ഇസ്തിംദാദു ബിഹി മഅ ഇഅ്തിഖാദിൻ മിനൽ മുസ്തഈനി ബിഇൽമിഹി വഖുദ്റതിഹി മുസ്തഈനി ബിഇൽമിഹി വഖുദ്റതിഹി ഇസ്തിഖ്ലാലൻ ബിദൂനി ഇഅ്താഇൻ മിനല്ലാഹി തആല ഫഹുവ ശിർക്ക്. മഖ്ലൂഖിനോട് സഹായം തേടുന്നതും അവരുടെ സഹായം പിടിക്കുന്നതും ഈ സഹായം തേടപ്പെടുന്നത് ആരോടാണോ അവരുടെ ഇൽമു കുദറത്ത് പ്രകാരം ആകുന്നു, അവരുടെ അറിവും അവരുടെ കഴിവും പ്രകാരമാകുന്നു സ്വന്തമായ എന്ന നിലക്കാണെങ്കിൽ ശിർക്കാവുന്നു. അപ്പോൾ സ്വന്തമായ കഴിവുണ്ട് ഖബറാളികൾക്ക് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ശിർക്കാവുന്നു. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ശിർക്ക് തന്നെയാണ്. രണ്ട് ഇദാ കാനത്ത് മഅൽ ഇഅ്തിഖാദി ബിഇൽമിഹി വഖുദ്റതിഹി ലാകിൻ ഇഅ്താഅൻ മിനല്ലാഹി, അല്ലാഹു കൊടുത്തിട്ട് അവരുടെ അറിവും കുദറത്തും പ്രകാരം തന്നെയാകുന്നു, അറിഞ്ഞും അവരുടെ കഴിവും പ്രകാരം തന്നെയാണ്, പക്ഷെ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് എന്നാണെങ്കിൽ ഫദാലിക മഅസിയത്തുൻ, അത് പാപമാകുന്നു. അങ്ങനത്തെ ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല, പാപമാകുന്നു. എല്ലാം യസ്ബുത്ത് ദാലിക്കൽ ഇൽമു വൽ ഖുദ്റത്തു ലിദാലിക്കൽ മഖ്ലൂഖി ബിദലീലിൻ സ്വഹീഹ്, ശരിയായ തെളിവ് കൊണ്ട് ഈ മഖ്ലൂഖിന് അങ്ങനെ ഒരു അറിവും കഴിവും ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മഅസിയത്താണ്. ഫഇൻ സബത്ത ദാലിക ബിദലീലിൻ സ്വഹീഹ് ഫഹദാ ജായിസ്, അത് സ്ഥിരപ്പെട്ടാൽ അവരിൽ നിന്നിങ്ങനെ തേടുകയാണെങ്കിൽ സവാഉൻ കാനൽ മുസ്തബിദ്ദു മിൻഹു മയ്തൻ ഔ ഹയ്യൻ, ആരീന്നാണോ ഇങ്ങനെ സഹായം പിടിക്കാനും സഹായം തേടാനും പറഞ്ഞെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ ജായിസാണ്. ശരിയായ തെളിവോടുകൂടെ കുദറത്തും ഇൽമും ഉണ്ടെന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ മഅസിയത്താണ്. വഅമ്മൽ ഇസ്തിംദാദു ബിദൂനിൽ ഇഅ്തിഖാദിൽ മദ്കൂർ, ഈ ഇഅ്തിഖാദ് ഇല്ലാതെ സഹായം തേടൽ ഫജായിസുൻ, അത് ശരിയാണ്, അനുവദനീയമാണ്. ഇദാ കാന ത്വരീഖുഹു സ്വഹീഹൻ വ മുഫീദൻ, അതിൻ്റെ വഴി ശരിയാണെങ്കിലും ഉപകാരപ്രദമെങ്കിലും. മിഥലുൽ ഇസ്തിംദാദി ബിന്നാർ ഉൽ മാ, വെള്ളം കൊണ്ടും തീ കൊണ്ടൊക്കെ നമ്മൾ സഹായം പിടിച്ചാലോ അതേമാതിരി ഉപകാരം ഉണ്ടെങ്കിൽ അനുവദനീയമായ മാർഗത്തിലൂടെ ചെയ്യാം.
ഫയില്ലം യക്കുൻ ത്വരീഖു സ്വഹീഹൻ, സ്വഹീഹല്ല മാർഗമെങ്കിൽ, അതായത് ഖബറാളി അവിടെ നമ്മൾ ഇവിടെ നിന്നിട്ട് സഹായിക്കണേ എന്ന് പറയണേ ആ രീതിയിൽ, അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്ന് വഹാബികൾ പറയണേ ആ രീതിയിലാണെങ്കിൽ ഫഹുവ ലഹുവൻ, അത് ഉപകാരമില്ലാത്ത വേലയുമാകുന്നു. ജായിസ് കേടുവെന്ന് പറയേണ്ട, അത് വ്യർത്ഥമായൊരു ജോലിയാകുന്നു. ഹാദിഹി അക്സാമുൻ ഹംസ, ഇങ്ങനെ 5 രീതിയിലാകുന്നു എന്ന് ഇസ്തിഹാസയെക്കുറിച്ച് പറയുമ്പോൾ അനുകൂലമായും ഉള്ള ഭാഗവും പ്രതികൂലമായുള്ള ഭാഗവും ഹറാമായ ഭാഗവും ജായിസായ ഭാഗവുമായി വേർതിരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇസ്തിഹാസാണ് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇനി അതേപോലെ മൗലിദാദി കർമ്മങ്ങളിലേക്ക് വന്നാൽ, മൗലിദുകളിലേക്കോ മറ്റൊക്കെ വരികയാണെങ്കിൽ ബിദ്അത്ത് പറയുന്നിടത്ത് പറയുന്നു നോക്കുക. യഅലം അന്നമാ ഹദസ വഉഹദിസ മിനൽ ഉമൂരി ബഅദ ഖൈറിൽ ഖുറൂനി അലാ നൗഅൈൻ. ഖൈറുൽ ഖുറൂൻ കഴിഞ്ഞിട്ട് ഉണ്ടാക്കപ്പെടുന്ന പുതിയ കാര്യങ്ങൾ 2 തരത്തിലാണ്. അന്നൗഉൽ അവ്വലു മാ യകൂനു സബബുഹു വദാഇഹി അയ്ളൻ ജദീദൻ മിസ്ലുഹു ലാകിന്നഹു യതവഖഫു അലൈഹി ശൈഉൻ മഅ്മൂറുൻ ബിഹി മിനശ് ശറഅ്. കാരണവും അതിൻ്റെ പ്രേരകവും പുതിയ കാര്യമാണ്. ആ പുതിയ കാര്യത്തിന് പക്ഷേ ശറയിൽ മഅ്മൂറായ ഒരു കാര്യം അത് നടക്കണമെങ്കിൽ ഈ മാർഗം സ്വീകരിക്കണം. അങ്ങനെ വന്നാൽ അത് ദീനിൽ സ്വീകരിക്കാം, അത് പറ്റുന്നതാണ് എന്നതാണ് ഒരു ഇനം. അത് കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇനം വൻ നൗഉസ്ഥാനി, രണ്ടാമത്തെ ഇനം മിനൽ ഉമൂരിൽ മുഹ്ദസ, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യം. ഹുവ മാ സബബുഹു ഖദീമുൻ, കാരണം പഴയതാണ്, പഴയ കാലത്തെ നബിൻ്റെ കാലത്തെ അതിൻ്റെ കാരണമുണ്ട്, എന്നിട്ട് അന്നുണ്ടാക്കാതെ പുതുതായി ഉണ്ടാക്കിയാൽ ആയിരം. മിസുലി ഇഹ്തിഫാലി ബി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ മൗലിദിന് വേണ്ടി സമ്മേളിക്കുക. വ സാലിസത്തി, മരിച്ചിട്ടുള്ള 3-ാം നാൾ. വല്ല അർബഈനാത്തി, മരിച്ചിട്ടുള്ള 40-ാം നാൾ. ഈ 3-40 എന്നൊക്കെ പറയുന്ന മരണാനന്തര ചടങ്ങുകൾ, നബിൻ്റെ മൗലിദിൻ്റെ ആഘോഷം, വനഹവിഹ, ഇതുപോലുള്ള മിനൽ ബിദഅ, ഇത്തരം ബിദ്അത്തുകളൊക്കെ ഫഇന്ന അസ്ബാബഹ ഖദീമത്തുൻ, അതിൻ്റെ കാരണങ്ങളും നിമിത്തങ്ങളും പണ്ടേ ഉള്ളതാണോ, നബിൻ്റെ കാലത്തെ ഉണ്ടല്ലോ. ലിഅന്ന സബബൽ മൗലിദി ഹുവൽ ഫറഹു അലൽ വിലായത്തിൻ നബവിയ്യ, നബിയുടെ തിരുജന്മത്തിൻ്റെ മേൽ സന്തോഷിക്കലാണല്ലോ മൗലിദിൻ്റെ നിമിത്തം. വക്കാന ഹാദ സബബു മൗജൂദൻ ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ കാലത്ത് ഇതുണ്ടല്ലോ. ലാകിൻ ലം തുൻഖൽ ഹാദിഹിൽ മജാലിസ് വൽ ഇജ്തിമാഅത്തു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അഹദിൻ മിൻ അസ്ഹാബിഹി, നബിൻ്റെ സ്വഹാബിമാരോ നബിയോ ഇങ്ങനെ മൗലിദുകളുടെ സദസ്സ് സംഘടിപ്പിച്ചതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ ഫഹാദിഹിൽ അഷിയാ ബിദ്അത്തുൻ സൂറത്തൻ വ മഅനൻ, ഇതൊക്കെ ആകൃതിയിലും ആശയത്തിലും പുതിയ ബിദ്അത്തുകളാണ്. വവാജിബത്തുർ റദ്ദി, ഇവയൊക്കെ റദ്ദ് ചെയ്യൽ അനിവാര്യമാണ്. ലിദുഖൂലിഹാ തഹ്ത ഹദീഥി മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, ദീനിൻ്റെ അകത്തില്ലാത്ത കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ എന്ന് പറഞ്ഞപ്പെട്ടതാണിത്. അപ്പം മൗലിദിൻ്റെ സദസ്സുണ്ടാക്കുന്നു മൊത്തം മർദൂദ. 3:40 എന്നൊക്കെ പറഞ്ഞ് മരിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ആ അടിയന്തര ചടങ്ങുകളൊക്കെ മർദൂദ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വഹാബികൾ പറയുന്ന ആ വാദമാണ്. ഇതൊക്കെ കർമ്മശാസ്ത്ര വിഷയങ്ങളാണ്, ഫുറുഇയായ വിഷയങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ വഹാബികൾ പറയുന്ന വാദങ്ങളാണ് ഇത്. ഇങ്ങനെ രണ്ടും കൂടി മിശ്രമായ രീതിയിലാണ് ഇവരുടെ ആശയങ്ങളൊക്കെ പറയുന്ന രീതികൾ മൊത്തമായി ഇതിൽ കാണുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വഹാബിസവും വഹാബിസം എന്ന് പറയുന്ന ഈ പുത്തൻവാദത്തിൻ്റെ ആശയങ്ങൾ, മൗദൂദിസത്തിലും അതിനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. മുജാഹിദീങ്ങളുടെ ഏത് വിഭാഗമാണെങ്കിലും ഇത് പേറുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞു. ആ വഹാബിസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണക്കാർ, സ്ഥാപകർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അതിൻ്റെ ആശയത്തിൻ്റെ സ്രോതസ് ഇബ്നു തൈമിയ്യ. ഇവരെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ വ്യക്തമായ രീതിയിൽ പല അധ്യായങ്ങളാക്കിയിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റിയും അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യയെ പറ്റിയും. ഔദ്യോഗികമായി സ്ഥാപനം തന്നെ ഇറക്കുന്ന അക്കാദമിയ ഷെയ്ഖുൽ ഹിന്ദ് എന്ന സ്ഥാപനം ഇറക്കുന്ന ജാമ്യയുടെ പേരിൽ തന്നെ ഉത്ഗന്ധമായതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം വായിക്കുന്നത്. പ്രത്യേകം നോക്കിയാൽ ആദ്യമൊക്കെ സംസാരിക്കുന്നത് ഇബ്നു തൈമിയ്യയെ പറ്റി പറയുന്നത്, അദ്ദേഹത്തിന് കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ, വിശ്വസിക്കുന്ന ഭാഗങ്ങളിൽ കുറേ മസലകൾ ഒറ്റപ്പെട്ടതുണ്ട്. ആ ഒറ്റപ്പെട്ട ഭാഗം, ഉദാഹരണമായി ഷെയ്ഖ് അൻവർ കശ്മീരി, അവരുടെ പ്രധാന ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ജാമിഅ തുർമുദിയുടെ അമാലി ജമ്മ ചെയ്ത ഒരാളുമാണ് മുഹമ്മദ് യൂസുഫുൽ ബന്നൂരി. ഈ മുഹമ്മദ് യൂസുഫുൽ ബന്നൂരി എന്ന് പറയുന്ന ആൾ പറയുന്ന വാക്കം ഒരു ഉദ്ധരിക്കുന്നതിലുണ്ട്. ഷുദൂദ് ബിൻ തൈമിയ്യ ഫി മസാഇൽ ത്വലാഖി,
നെളീറു ഷുദൂദിഹി ഫി മസാഇൽ ഉഖ്റ ഉസൂലം വഫുറുഅ. ത്വലാഖിൻ്റെ കാര്യത്തിലുള്ള ഇബ്നു തൈമിയയുടെ ഒറ്റപ്പെട്ട അഭിപ്രായം അനേകം മസ്അലകളിൽ മറ്റു മസ്അലകളിലുമുള്ള അയാളുടെ ഒറ്റപ്പെട്ട അഭിപ്രായം പോലെ തന്നെയാണ്. അത് മൗലികമായതുമുണ്ട്, ശാഖാപരമായതുമുണ്ട്. വഹിയ കസീറത്തുൻ ജിദ്ദൻ. ഇബ്നു തൈമിയയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ, ഉലമാക്കന്മാരുടെ ഇജ്മാഇന് വിരുദ്ധമായിട്ട് ഒറ്റപ്പെട്ട അയാൾ പറയുന്ന അഭിപ്രായങ്ങൾ, മദ്ഹബുകൾക്ക് വിരുദ്ധമായി പറയുന്ന അഭിപ്രായങ്ങൾ ധാരാളമുണ്ട്. വ മശായിഖുനാ മഅ ഇത്റാഫിഹിം ലിസഅതി ഇൽമിഹി വസ്തിബ്ഹാരിഹിൽ മുദ്ഹിഷ്. അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ വിശാലതയും അദ്ദേഹത്തിൻ്റെ ഭീമാകാരമായ സമുദ്ര സമാനതയും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ മശായിഖുമാർ അതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ യറുദ്ദൂന അലൈഹി ഫീ ശുദൂദിഹി, അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. വലാ യുസായിറൂന മഅഹു ഫീ ഷൈഇൻ, ഒരു സംഗതിയിലും അവരോടൊപ്പം സഞ്ചരിക്കാതെ ഇബ്നു തൈമിയയെ വർജിക്കുകയും അതേ സമയത്ത് വിമർശിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ നയം, നമ്മുടെ മശായിഖുമാരുടെ നയം എന്ന് മആരിഫു സുനൻ 5473 നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പല ഉദ്ധരണികളുമുണ്ട്. ഷെയ്ഖ് ദഹ്ലവിൻ്റെ ഉദ്ധരണിയും ആ ഉദ്ധരണിയൊക്കെ ഉണ്ട്. ആ ഉദ്ധരണികളൊക്കെ കഴിഞ്ഞ ശേഷം പ്രത്യേകമായിട്ട് പിന്നീട് പറയാണ് ഈ രൂപത്തിൽ ഒക്കെ ആകാൻ കാരണം ഇതൊക്കെ നിലപാട് അറിയണതിൻ്റെ മുമ്പേനും. ഇത് പറയുന്നൊരു ഭാഗം നോക്കി. ഖാല ഷെയ്ഖ് മസ്ഊദ് അലം അൻ-നദ്വി അഹദുൽ ഉലമാഇ നാബിഗീന മിനൽ ഹിന്ദ് ഫീ കിതാബിഹിൽ ഖയ്യിം താരീഖു ദഅവത്തിൽ ഇസ്ലാമിയ്യ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധന ചരിത്രം എന്ന പേരിൽ നസീബു സലഫിയ ഫിൽ ഹിന്ദ്, സലഫി പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിൽ അതിൻ്റെ സ്വാധീനവും ഇന്ത്യയിൽ അതിൻ്റെ സംഭാവനയും പറയുന്ന ഭാഗം, ആ ഭാഗത്തെടുത്തുകൊണ്ട് പറയാം. അദ്ദേഹം പറയുന്നു നോക്കി, ഇന്ന ഉലമാ അൽ ഹിന്ദി ഖദീമൻ വ ഹദീസൻ ഇല്ലാ മർ റഹിമ റബ്ബുക് മാ കാനൂ യഅരിഫൂന ശൈഅൻ മിൻ മുസന്നഫാത്തിൽ അഇമ്മത്തിൽ അഅലാമിൽ മുഹഖിഖീൻ അംസാലിൽ ഇമാം ഇബ്നു തൈമിയ വഫാത്ത് 728, വ തൽമീദ് ഇബ്നുൽ ഖയ്യിം വഫാത്ത് 751, ഒമൻ നഹ്വഹുമാ മിൻ ഉലമാ ഇസ്സലഫ്. സലഫിൻ്റെ ഉലമാ എന്ന പേരിൽ, സലഫികളുടെ പണ്ഡിതന്മാർ എന്ന പേരിൽ അവർ വാഴ്ത്തുന്ന ഇബ്നു തൈമിയ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം, ഇത്തരം മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ, വൻപതാകകളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊന്നും പണ്ടും പുതുകാലത്തും ഇന്ത്യയിലെ ഉലമാക്കന്മാർക്ക് ലഭ്യമായിരുന്നില്ല. ഒരിതൊന്നും അറിയുമായിരുന്നില്ല. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അമീർ അൽ അംനി, മുഹമ്മദ് ബിൻ അലി ഷൗക്കാനി, ഇവരുടെ ഒന്നും ഗ്രന്ഥങ്ങൾ കിട്ടുമായിരുന്നില്ല. വകുല്ലു മാ ജാഅഹും മിൻ ഖബരി ബിൻ തൈമിയ വ ആറാഇഹി വ അഫ്കാരിഹി. ഇബ്നു തൈമിയയുടെ ചിന്തകളും അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടുകളുമൊക്കെ ഇവർക്കെല്ലാം ലഭ്യമായത് ഇന്നമാ ജാഅഹും ബിവാസിത്തത്തി ഷെയ്ഖ് അഹ്മദ് ബിൻ ഹജറിൽ മക്കി, നമ്മുടെ ഇമാം അഹ്മദ് ബിൻ ഹജർ തങ്ങൾ മുഖേനയാണ് ഇവർക്കൊക്കെ ഇവരുടെ വിവരങ്ങൾ കിട്ടിയത്. അല്ലദീ മത്തല അലാ കുതുബി ഷെയ്ഖ് ബി നഫ്സിഹി, അദ്ദേഹമാണെങ്കിലോ ഇബ്നു തൈമിയയുടെ കിതാബ് ഒന്നും കണ്ടിട്ടില്ല. ഇബ്നു തൈമിയയുടെ കിതാബുകളൊന്നും കാണാത്ത അഹ്മദ് ബിൻ ഹജർ എന്നവർ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതിൽ നിന്നാണ് ഇവർക്കൊക്കെ കിട്ടിയ വിവരങ്ങൾ. വൈന്നമാ കതബ അൻഹ ഹസബ മാ റുവിയ ലഹു, മൂപ്പർക്ക് കിട്ടിയ റിവായത്ത് പ്രകാരം മൂപ്പർ പറഞ്ഞത്. കമാ ഖാല ബഅദുൽ ഉലമാ വൽ അംറു അശ്ഹദു മിൻ ഖിഫാന ബിക്കി എന്ന് പറയുന്ന മാതിരി ഒലോത്സാൻ വേണ്ടതിന് നടത്തും നിന്ന് ഒലോത്സേണ്ട സ്ഥിതിയിലാണ് വാസ്തവത്തിൽ അദ്ദേഹം എഴുതിയതൊക്കെ. ആര്? അഹ്മദ് ബിൻ ഹജർ ഹൈത്തമി തങ്ങൾ അവർകൾ ഇബ്നു തൈമിയയെക്കുറിച്ച് എഴുതിയതും ഇബ്നു തൈമിയയുടെ അതേ ഭാഗത്തെക്കുറിച്ച് എഴുതിയതുമെല്ലാം ഒരു വാക്ക് കാണാതെ എവിടെ നിന്നോ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് കരയേണ്ട വിധത്തിലുള്ള സഹതാപമർഹിക്കുന്ന രൂപത്തിലാണ് വാസ്തവത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് അവലംബിച്ചാണ് എല്ലാ മൂല്യന്മാരും പറഞ്ഞത്. ഫകാനമിൻ ദൈബി ഉലമാഇനാ വദീദനിഹിം, അവരുടെ പതിവായിരുന്നു അയ്യുതീരു ലിസാനൽ ഖദഹി ഫി ഇബ്നു തൈമിയ ഒമൻ അലാ ശാക്കിലദിഹി മിനൽ ഇമ്മ, ഇബ്നു തൈമിയയുടെയും ആ രൂപത്തിലുള്ള ആൾക്കാരുടെയും ഒക്കെ ഇടയിൽ അവരെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ അങ്ങേയറ്റം ആക്ഷേപാർഹമായി തന്നെ പറയുകയായിരുന്നു ചെയ്തിരുന്നത്. ഇല്ലാ നസ്റുൻ ഖലീലും മിമ്മൻ ഇഖ്തറഫൂ മിൻ ബഹരി ഉലൂം അൽ ഇമാം വലിയുല്ലാഹി ദഹ്ലവി, ഷെയ്ഖ് അലിയുല്ലാഹി ദഹ്ലവി എന്ന് പറയുന്നത് ആ ഷെയ്ഖ് വലിയുല്ലാഹി ദഹ്ലവിൻ്റെ വിജ്ഞാന സമുദ്രത്തിൽ നിന്ന് കോരിയെടുക്കാൻ ഭാഗ്യം ലഭിച്ച കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അദ്ദേഹം വന്നപ്പോൾ അവരുടെ വിവരം വെച്ചാണ്
ഇബ്നു തീമിയെക്കുറിച്ചും ഇബ്നു ശൈഖിനെ കുറിച്ചും ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. അപ്പം മനസ്സിലാക്കി നോക്കുമ്പോൾ അവരൊക്കെ ഇമാമ ഹഖിൻ മിൻ അഹ്ലി സുന്ന. വഇൻദന അന്നൽ ഇമാം ഇബ്നുൽ ഖയ്യിം വശൈഖഹു ഇമാമ ഹഖിൻ മിൻ അഹ്ലി സുന്ന. അഹ്ലു സുന്നത്തിൽപ്പെട്ട ഹഖിൻ്റെ ഇമാമികളാണ് ഇമാം ഇബ്നുൽ ഖയ്യിമും തൻ്റെ ഗുരു ഇബ്നു തീമിയയും. കുത്തുബഹും എന്തനാ മിൻ അസ്ൽ കുത്തുബി, അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ മഹാവീര്യപ്പെട്ട കിതാബാണ്. ഇല്ലാ അന്ന വൈറു മുഖല്ലിദീന ലഹും ഫീ കുല്ലി മസ്അല, ഒരു പറയുന്ന മസ്അല ഒക്കെ തഖ്ലീദ് ചെയ്യൂല. ഫഇന്ന കുല്ല വാഹിദിൻ യൂഖദു മിൻ ഖൗലിഹി വയുതറക് ഇല്ലാ നബിയനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അല്ലാത്ത ആരെയും പിഴവിന് അതീതമായിട്ട് കാണൂല്ലോ. അതുകൊണ്ട് എല്ലാം സ്വീകരിക്കൂലെങ്കിലും വമഅലൂമുൻ മുഖാലഫത്തുനാ ലഹുമാ ഫീ ഇദ്ദത്തി മസായില, ഏതാനും ചില മസലകളിൽ നമുക്ക് അവരോട് എതിർപ്പുണ്ട്. മിൻഹാ ത്വലാഖു സലാത്തി ബിലഫ്ദിൻ വാഹിദിൻ, 3 തലാഖ് ചൊല്ലിയാ സംഭവിക്കൂല, ഒന്നേ സംഭവിക്കുള്ളൂ എന്ന് പറയുന്ന വാദം അത് അയാളുടെ ഒറ്റ വാദമാണ്. നാലിമാമികളോട് അനുകരിച്ചാൽ നമ്മൾ അവിടെ പറയാം ഇങ്ങനെ ചില മസലകളിൽ എതിർപ്പുണ്ടല്ല, ബാക്കിയൊക്കെ കിതാബുകളും വിശ്വാസവും ഒരുപോലെയാണ് എന്ന് അവരെ. രണ്ടാമത് ആ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വാത്തുബാഹു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും അവരുടെ അനുഗാമികളെയും വിവരിക്കാൻ ഒരു ഘട്ട, ഇബ്നു തൈമിയനെ വിവരിക്കാൻ നല്ല ഉപന്യാസം. ശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അതിനെയും പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുതന്നെയാണെന്ന് വെച്ചാൽ അവസാനം പറഞ്ഞു വരുന്നത് അവരിൽ നിന്ന് കിട്ടിയതൊക്കെ ഷെയ്ഖ് ദഹ്ലാൻ ഷെയ്ഖ് അഹമ്മദ് ദഹ്ലാൻ അവറുകളും ഇബ്നു ആബിദീൻ ഷാമി പോലുള്ളവരൊക്കെ കിതാബുകളിൽ നിന്ന് അവലംബിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കിതാബുകളൊന്നും പണ്ട് അച്ചടിച്ചിരുന്നില്ല, കിട്ടിയിരുന്നില്ല. പിന്നീട് ദൈവബന്ധന പണ്ഡിതന്മാർ അവിടെ പോയി നോക്കി കണ്ടുകൊണ്ട് കിതാബുകളൊക്കെ കൂടി നോക്കുമ്പോൾ അയാളെ ഏറ്റവും ബലപ്പെട്ട കിതാബ് നല്ലോണം കണ്ടു. അപ്പോൾ നല്ല അഹ്ലുസുന്നത്തിൻ്റെ ആൾക്കാരാണ്, നമ്മളെ മാർഗത്തിൽ തന്നെ ഉള്ളവരാണ് എന്ന് മനസ്സിലായി. ഇതിന് നല്ലോണം എഴുതിയതിൻ്റെ ശേഷം സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി, നമ്മളെ ഷെയ്ഖ് ഹസൻ മൗലവിയുടെ പ്രധാനപ്പെട്ട ഷെയ്ഖാണ് സയ്യിദ് ഹുസൈൻ മദനി, അദ്ദേഹം വിവരിക്കുന്ന വിവരണം ജമീന്ദാർ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് ഇതിൽ ഉദ്ധരിക്കുകയാണ്. ഉരീദു അൻ ഉഇലിന സ്വരീഹൻ ദൂന തലഅസും അന്ന الرأي الذي كنت أبتيته ضد أهل نجد في كتاب رجوم المذنبين. റുജൂമുൽ മുദ്നിബീൻ എന്ന് പറയുന്ന എൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ നജിദ് വിഭാഗമായ വഹാബികളെ പറ്റി ഞാൻ പറഞ്ഞിരുന്ന അഭിപ്രായങ്ങൾ, ഒഫി ഷിഹാബി സാഖിബ്, എൻ്റെ ആ ഷിഹാബു സാഖിബ് എന്ന ഗ്രന്ഥത്തിനും ഞാൻ പറഞ്ഞിരുന്ന അഭിപ്രായങ്ങൾ, എംലക്കുൻ യസ്തനിദു ഇലാ കിതാബാത്തിഹിം വ മുഅല്ലഫാത്തിഹിം, അതൊന്നും അവരുടെ കിതാബ് കണ്ടും രചന കണ്ടും എഴുതിയതായിരുന്നില്ല. ബൽ ഇന്നമാക്കാന യസ്തനിദു ഇല ശായിഅത്തി വ ഇലാ അഖ്വാലി മുഖാലിഫിഹിം, അവരെ എതിർക്കുന്നവരുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടും വ്യാപകമായി പറഞ്ഞു കേൾക്കുന്നത് വെച്ചുകൊണ്ടുമാണ് എഴുതിയിരുന്നത്. ലാക്കിൻ മുഅല്ലഫാത്തുഹുൽ മൗസൂഖ് ബിഹാ, ഇപ്പോൾ വിശ്വാസയോഗ്യമായ അവരുടെ കിതാബുകൾ വഖത്തനാവൽ തുഹാബിദ്ദിറാസ, ഞാൻ നല്ലോണം പഠിച്ചുകൊണ്ട് തന്നെ അതിനെ ഉപയോഗിച്ചു. തദുല്ലു ദലാലതൻ സ്വാരിഖതൻ അലാ അന്നഹും ലാ യഖ്തലിഫൂന മഅ അഹ്ലി സുന്നത്തി വൽ ജമാഅ ദാലിക്കൽ ഇഖ്തിലാഫൽ കബീർ, വലിയൊരു വ്യത്യാസമൊന്നും അഹ്ലുസുന്നത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അവർക്കില്ല. അല്ലദീ യതഹദ്ദസു ബിഹിന്നാസ്, എല്ലാവരും പറയണ ആ തരം വ്യത്യാസമൊന്നുമില്ല. ബലി ഇഖ്തിലാഫു യഖ്തസിറു ഫീമാ യതഅല്ലഖു ബിബഅദിൽ ഖളായൽ ഫർഇയ്യ, ഏതാനും ശാഖാപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യാസമേ അവർക്കുള്ളൂ. മിമ്മൻ ലാ യുജീസു അബന്ന തക്ഫീറുഹും ഔ തദ്ലീലുഹും ഔ തഫ്സീഖുഹും, അവരെ ഫാസിഖെന്നോ ളാലിലെന്നോ കാഫിറെന്നോ വിധി എഴുതാൻ പറ്റാത്ത വ്യത്യാസങ്ങളേ ഉള്ളൂ എന്ന് ഞാൻ രണ്ടാമത് ഒരു മടിയും കൂടാതെ ഞാൻ തുറന്ന് പ്രഖ്യാപിക്കുന്നു, വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം തൗബ ചെയ്തു എന്നാണ്. പണ്ടെഴുതിനൊക്കെ തൗബ ചെയ്തു എന്ന്. പിന്നെ രണ്ടാമത് കാണുന്നത് ഉമനൽ ജദീരി ബിദിക്റുഹുന അന്ന അശ്ഹറ കുതുബി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഅമ്മഹാ നഫഅൻ വതദാവരൻ വല്ലദി യുഅദ്ദു തർജുമാനൻ വബയാനൻ ലിഅഖീദതിഹി വഫിക്റതിഹി ഫി തൗഹീദ് വൽ കലാം കിതാബുത് തൗഹീദ്. കിതാബുത് തൗഹീദ് എന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബാണ് അയാളുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ്. ഇത്തരണ്ട് ഏതാനും പേജിലെ ചെറിയൊരു കിതാബ്, ആ കിതാബുത് തൗഹീദ്. ഇതിൻ്റെ അകത്തുള്ളത് ലഹു വഫീഹി അക്സുൻ ഖവിയ്യുൻ ലിമാ ജാഅ ഫീ കിതാബി തഖ്വിയത്തിൽ ഈമാൻ ലിശൈഖ് ഇസ്മാഈൽ ഇബ്നു അബ്ദുൽ ഗനി ശഹീദ് ഇല്ലം നഖുൽ ഇന്നഹു മിസ്ലുഹു. രണ്ടും തുല്യമാണ് എന്ന് നമ്മൾ പറയണില്ലെങ്കിലും രണ്ടും തമ്മിൽ നല്ല കൈമാറ്റമുണ്ട്, രണ്ടും തമ്മിൽ നല്ലൊരു യോജിപ്പുണ്ട്.
വഖത്തർജമഹു ദാഇയത്തുൽ കബീർ ഷെയ്ഖ് അബുൽ ഹസൻ അലി ഹസൻ നദ്വി. ആ തഖ്വിയത്തുൽ ഈമാൻ എന്ന കിതാബ് സെയ്ദ് അബു ഹസൻ നദ്വി ദാറുൻ നദ്വന്റെ ഷെയ്ഖ് അലി ഹസൻ നദ്വി അവർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അറബിയിലേക്ക്. ഫസുഖുത്തു ബിസ്മി റിസാലത്ത് തൗഹീദ്. റിസാലത്ത് തൗഹീദ് എന്നാണ് ഇതിന് പേരിട്ടത്. والدواعي والظروف التي اقتضت تأليف الكتابين كتاب التوحيد ورسالة التوحيد وحررت الشيخين محمد بن عبد الوهاب النجدي وإسماعيل بن عبد الغني الهندي على القيام بهذا العمل الجديد الفريد متحدة متوافقة. ഈ രണ്ട് കിതാബുകളും എഴുതാൻ ആ രണ്ട് ഷെയ്ഖന്മാർക്കും പ്രേരകം ഒരേ പരിസ്ഥിതിയാണ്. ഒരേ പരിസ്ഥിതിക്കനുസരിച്ച് ഒരേ പരിസ്ഥിതിയിലുള്ള ശിർക്കിനെയും വലാലത്തിനെയും ബിദ്അത്തുകളെയും കെണ്ണിക്കുന്ന തൗഹീദിൻ്റെ ഗന്ധമാണ് രണ്ടും. തഖ്വിയത്തുൽ ഈമാൻ എന്ന ഇസ്മായിൽ സയ്യിദ് എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ പണ്ഡിതൻ്റേതും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന സഊദി പണ്ഡിതൻ്റേതും രണ്ടും ഒന്ന് തന്നെയാണ്. വഅസ്തഹ്സനു ഹുനാ അൻ നുഖദ്ദിമ തൽഖീസൻ മൂജിസൻ ലിമാ വറദ ഫീ കിതാബി ദാഇയാത്തി മുഖ്തിഫാ ദിദ്ദ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുഹമ്മദ് മൻദൂർ നുഅ്മാനിയുടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഗണ്ണിക്കുന്ന ഗന്ധത്തിൽ അവസാനം മൂപ്പർ പറഞ്ഞത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദും ഒക്കെ ശരിക്കും നല്ല കാര്യമാണ്, ഉഷാറാണ് എന്ന് അവസാനം അദ്ദേഹം എഴുതിയതും ഷെയ്ഖ് ഇസ്മായിൽ ഷഹീദിൻ്റെ അതേ ഗ്രന്ഥം തഖ്വിയത്തുൽ ഈമാൻ തന്നെയാണ് ഇതിലെ തൗഹീദ് എന്ന് വിവരിക്കുന്നതാണ്. അപ്പം നമ്മൾ വഹാബിയത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ബിദ്അത്തുകളും അദ്ദേഹത്തിൻ്റെ തൗഹീദ് ശിർക്ക് വിവരിക്കുന്ന കിതാബു തൗഹീദുമാണ് ഏറ്റവും അധികം വഴിപിഴപ്പിക്കുന്ന ഗന്ധവും ബിദ്അത്തിൻ്റെ ഗന്ധവും ബിദ്അത്തിൻ്റെ ആശയങ്ങൾ ഗന്ധവും. അതേ ഗ്രന്ഥം നമ്മുടെ മഹാഗുരു ഷെയ്ഖ് ഇസ്മായിൽ ഷഹീദിൻ്റെ ഗന്ധത്തിന് അതേ സമാനമാണ്. രണ്ടും ഒരേ വഴിക്കാണ് പോകുന്നത് എന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും ഇബ്നു തൈമിയയെയും കുറിച്ച് എഴുതുന്ന ഭാഗങ്ങളിൽ ഇവർ വിവരിക്കുന്നത്. അപ്പം ഈ ഭാവമൊക്കെ കാണുമ്പോൾ കേരളത്തിലെ സുന്നി മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിലെ സുന്നി അശ്അരി ത്വരീഖത്തും ഷാഫി മദ്ഹബും അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് രണ്ടും സുദൃഢമായ നല്ല ഉസൂലിന്മേൽ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള രണ്ടു നല്ല സരണികളും മദ്ഹബുമാണ്. അപ്പോൾ ആ ത്വരീഖത്തിലൂടെ നീങ്ങുന്ന ഒരാൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു വിടവും കാണാൻ കഴിയില്ല. അതേപോലെ ഷാഫി മദ്ഹബിൻ്റെ ഉസൂലുകൾ സുഭദ്രമാണ്. അതിലൂടെ മദ്ഹബ് ചിന്തിക്കുന്ന ആൾക്ക് ഫുറൂഇലും ബിദ്അത്തുകളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ബിദ്അത്തല്ലാത്ത സുന്നി ആചാരങ്ങളെല്ലാം അതിൻ്റെ മുറ പോലെ ആചരിക്കാനും മനസ്സിലാക്കാനും പറ്റും. ഈ രീതിയിലൂടെ മനസ്സിലാക്കുന്ന സുന്നത്ത് ജമാഅത്ത് ആകില്ല. മാതുരീദി ഹനഫി വഴിയിലൂടെ പോയാൽ തന്നെ അതിൻ്റെ പുറമെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും ഇബ്നു തൈമിയയെയും ഒക്കെ അവരുടെ ഗന്ധങ്ങൾ കാണാതെ പറഞ്ഞു പോയതാണ്. കണ്ടപ്പൊക്കെ തന്നെ ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന ഈ ശൈലിയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യ സുന്നിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാകും. ഇതായിരിക്കാൻ ചിലർ വ്യക്തമാക്കുന്നത്. ഇത് ചിലർ വ്യക്തമാക്കുമ്പോൾ അതല്ല, നമ്മൾ മാതുരീദി ത്വരീഖത്തിലാണെന്നായിരിക്കാം മറുപക്ഷം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൽ പോയ അതിൻ്റെ അധ്യാപനങ്ങൾ കേട്ടിട്ടുള്ള പരിചയമില്ല, അവരുടെ രീതികളെക്കുറിച്ചില്ല. നടപ്പിരിപ്പുകളും മറ്റൊക്കെ ഉഷാറാണ് എന്നാണ് അവരെ പറ്റി കേൾക്കുന്നത്. അതൊക്കെ ഇതിലും വിവരിക്കുന്നുണ്ട്. അനേകം ബിദ്അത്തിൻ്റെ ആശയങ്ങളിൽ സുന്നി ആശയങ്ങളിലെ ഉസൂലുകൾ തന്നെയാണ് ഇതിൽ പറഞ്ഞു കാണുന്നത്. അശ്അരി മാതുരീദി സരണി പറയും പോലെ തന്നെയാണ് അനേകം ഖിലാഫുള്ള മസലകളിൽ വിവരിക്കുന്നതും. പക്ഷേ ഈ പുതിയ രീതിയിലുള്ള ഈ സമർത്ഥനങ്ങളും ഈ വിഷയങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ സുന്നിയുടെ അതേ രീതിയിലുള്ളൊരു സുന്നിയല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും എന്നതാണ് ഇത് രണ്ടും വായിച്ചിട്ട് നമ്മെ സംബന്ധിച്ച് മനസ്സിലായത്. അല്ലാത്തവർ കൂടുതൽ പഠിക്കേണ്ടതും കൂടുതൽ പറയേണ്ടതും പരിചയമുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതുമാണ്.